നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത് നമുക്ക് എറേസ് ചെയ്യാനും മാസ്ക് ചെയ്യാനും ബ്ലർ ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. എന്നാൽ ഒരു വീഡിയോ ആണെങ്കിലോ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുണ്ട്, അവർ നമുക്ക് മാസ്ക് ചെയ്യണം അല്ലെങ്കിൽ ബ്ലർ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 വ്യക്തി ഈ ഒരു വീഡിയോയിലുണ്ട്. ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് വീഡിയോയിൽ നിന്നും മാസ്ക് ചെയ്യണം അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് കാണിക്കണം. ഇതെങ്ങനെ കാണിക്കാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോലീസുകാരൊക്കെ കള്ളന്മാരൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കള്ളനെ കാണുന്ന ആ ഒരു ഭാഗം മാത്രം, കള്ളൻ എങ്ങോട്ടൊക്കെയാണ് നടന്നു പോകുന്നത് ആ ഭാഗം മാത്രം മുഖം ബ്ലറാക്കി കാണിക്കുന്നുണ്ടാകും. അത് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതേ വീഡിയോയിൽ 2 വ്യക്തിയെ ഞാനിവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൊബൈലിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും, വീഡിയോ അതുപോലെ തന്നെ ഇമേജ്. നമുക്കിപ്പോൾ വീഡിയോയിലുള്ള ആളെയാണല്ലോ ബ്ലർ ചെയ്യേണ്ടത്. അപ്പം വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് 1 കൊടുക്കുക. ഇപ്പോൾ ഗാലറിയിലുള്ള എല്ലാ വീഡിയോയും ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ചെയ്യാം. 3 വ്യക്തികളാണ് ഇതിലുള്ളത്. ഇതിൽ ആരെയാണ് ബ്ലർ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ തീരുമാനിക്കാം. ഇവിടെ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന ഭാഗം കാണാൻ സാധിക്കും, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഏത് വ്യക്തിയാണ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ 3 വ്യക്തിയിൽ ഇടതുവശത്ത് ആദ്യം കാണുന്ന കണ്ണട വെച്ച വ്യക്തിയെ ഞാനിപ്പം ബ്ലർ ചെയ്യാണ്. മുകളിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ആ ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ ഫേസ് എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇൻബിൽറ്റ് ആയിട്ട് അത് തന്നെയാണ് ഉള്ളത്, ഫേസ് തന്നെയാണ് ഉള്ളത്. താഴെ കാണുന്ന ലെൻസിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആദ്യം വ്യക്തിയുടെ ആ ഒരു ഭാഗത്ത് തന്നെ വെക്കുക. അതിനുശേഷം ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാം. നമുക്കിപ്പോൾ താഴെ തന്നെ മുഖം ഇവിടെ കാണുന്നുണ്ട്. ഞാനിപ്പം സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ആ ഒരു മുഖത്തിൻ്റെ ഭാഗം കുറച്ച് വലുതായി കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ബ്ലറാക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ലെൻസിൻ്റെ ചിഹ്നത്തിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മുഖം മാത്രം ബ്ലറായിട്ടുണ്ടാകും. നമുക്ക് ആദ്യത്തെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യത്തെ ആ ഒരു വ്യക്തി ബ്ലറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് സേവ് ചെയ്യുമ്പോൾ അത് മാറും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വ്യക്തിയെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ 2 വ്യക്തിയെ മാസ്ക് ചെയ്യണം എങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് തന്നെ നമുക്ക് ഇതുപോലെ കൊണ്ടുവെക്കാം. ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അവിടുന്ന് നമുക്ക് ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയുടെ താഴെ തന്നെ നമുക്ക് 3 വ്യക്തിയും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു മുഖം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് വലുതായി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ വ്യക്തിയും ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും 2 വ്യക്തിയും ഇവിടെ മുഖം ബ്ലറായിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 3ാമത്തെ വ്യക്തി ബ്ലർ അല്ല. പക്ഷേ ഈ 2ാമത്തെ വ്യക്തി സ്ക്രീനിൽ നിന്ന് ഔട്ടായിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ബ്ലർ ആവുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്ക്രീനിൽ നിന്ന് പുറത്ത് പോയിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ബ്ലർ അല്ല. അപ്പോൾ വീണ്ടും ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ച് വലുതായി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആദ്യത്തെ ഭാഗം വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്യാണ്. ഇവിടെ 2 വ്യക്തിയും ബ്ലറായിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് ആ വ്യക്തി പോയി, എന്നിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് വരുമ്പോൾ വീണ്ടും അത് ബ്ലറായിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുഖത്തിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇവിടെ തന്നെ ഡിലീറ്റ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു വ്യക്തി അവിടെ നിന്ന് ആ ഒരു ബ്ലറിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നടുവിലുള്ള വ്യക്തി മാത്രമാണ് ബ്ലറായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വ്യക്തിയെ വീണ്ടും തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വ്യക്തി നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു വ്യക്തി വീണ്ടും നമുക്ക് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇവിടെ ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ മുഖത്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് വലുതായി കൊടുക്കുക. വീണ്ടും ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു വ്യക്തിയും ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 വ്യക്തിയും ഇവിടെ ബ്ലറായിട്ടാണ് ഉള്ളത്. ഓക്കെ,
ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സേവ് ചെയ്യാമെന്ന് നോക്കാം. മൂന്നാമത്തെ വ്യക്തി ഇവിടെ ഒഴിവാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഇവിടെ മുകളിൽ കാണുന്ന ഐക്കണിൽ ഇവിടെ എക്സ്പോർട്ട് എന്ന ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക. താഴെ ഇടതുവശത്ത് എക്സ്പോർട്ട് എന്ന ഭാഗമുണ്ട്, അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ 100% ആകുന്നത് വരെ. ഇപ്പോൾ ഏകദേശം 100% ആയിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലേ ബട്ടൺ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതാ ഈ രൂപത്തിലാണ് ബ്ലർ ആകുക. രണ്ട് മുഖവും ഇപ്പോൾ കാണുന്നില്ല, മൂന്നാമത്തെ വ്യക്തിയെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് നേരെ ഗാലറിയിൽ പോയി കഴിഞ്ഞാലും അവിടെ സേവ് ആയിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്ക് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ഇതാ ഇവിടെ ബാക്ക് വന്നിട്ട് ആ ഒരു വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് കാണാനും സാധിക്കും, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ മുഖം കാണിക്കേണ്ടാത്ത വ്യക്തിയെ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ബ്ലർ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.